الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم من يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികൾ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അംഗീകരിച്ചു അങ്ങേയറ്റം തെക്കവയോടെ സൂക്ഷ്മതയോടെ ഭയഭക്തിയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. വിശ്വാസം നൽകുന്ന നിർഭയത്വത്തെ സംബന്ധിച്ചും വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന അനുഭൂതിയെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തേണ്ട സ്വാധീനത്തെ സംബന്ധിച്ച് ഉണർത്താനാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നുള്ളത് ജീവിതവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസിയുടെ ഉദാഹരണം വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം 14-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നത് അലം തര കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ. അല്ലാഹു വിശിഷ്ടമായിരിക്കുന്ന വചനത്തെ ഓർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടുപോകും. അത് വിശിഷ്ടമായിരിക്കുന്ന ഒരു മരത്തെ പോലെയാകുന്നു. അതിൻ്റെ വേരുകൾ ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. വേര് മുരടുറപ്പുള്ള മരമാണ് എന്നർത്ഥം. ഫർഉഹാ ഫിസ്സമാ, അതിൻ്റെ ശാഖകൾ ആകാശത്ത് പടർന്ന് പന്തലിച്ചിരിക്കുന്നു. തൂതി ഉക്കിലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, അതിൻ്റെ റബ്ബിൻ്റെ അനുമതിയോടുകൂടി എല്ലാ സന്ദർഭങ്ങളിലും കായ്കനികൾ പ്രദാനം ചെയ്യുന്നു. ഫയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. അള്ളാഹു ഇത്തരം ഉദാഹരണങ്ങളും ഉപമകളും നമുക്ക് വിശദീകരിച്ചിരുന്നത് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാകുന്നു എന്നുണർത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഖുർആൻ വചനമാണ്. വളരെ ലളിതമായി വിശുദ്ധ ഖുർആൻ ഒരു ഉപമയിലൂടെ, ഉദാഹരണത്തിലൂടെ വിശിഷ്ടമായിരിക്കുന്ന വചനം അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തോ തൗഹീദ് ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉപമയാണ് ഈ ആയത്തിലൂടെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുന്നത്. അവിശിഷ്ടമായ വചനം എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാകുന്നു എന്നാണ് പല മുഫസ്സിറുകളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഉൾക്കൊള്ളുന്ന മനുഷ്യൻ വിശിഷ്ടമായ മരത്തെപ്പോലെയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മരത്തിൻ്റെ സവിശേഷതയായി 3 കാര്യങ്ങളാണ് ഖുർആനിൽ പരാമർശിക്കപ്പെട്ടത്. ഒന്ന്, അതിൻ്റെ മുരട് ഉറപ്പുള്ളതാണ്. അതാണ് നേരത്തെ നമ്മൾ ഖുതുബയിൽ സൂചിപ്പിച്ചത്. ബനൂ ഇസ്രായേലിന്റെ സംഭവം വിശദീകരിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായ ജനത വളരെ പെട്ടെന്ന് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ നിന്ന് അകന്നു പോകുവാനുള്ള, തെറ്റിപ്പോകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത്
അവിടെ മൂസാ നബി ഓർമ്മപ്പെടുത്തിയതും അതുപോലുള്ള ഒരു പശ്ചാത്തലത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്തു അൻവാത്തിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടാകും. അവിടെ ദൃഢമായ വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം, മുരടുറപ്പുള്ള ഒരു മരത്തെ പോലെ ഏത് പ്രതികൂല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു അചഞ്ചലമായ വിശ്വാസമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് എന്ന് നാം വിശദമായി തന്നെ മനസ്സിലാക്കുകയുണ്ടായി. തുടർന്നുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ശാഖകൾ ആകാശത്ത് പടർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേവലം വിശ്വാസം മനസ്സിലുണ്ടായതുകൊണ്ട് മാത്രമായില്ല, ആ വിശ്വാസത്തിൻ്റെതായ പ്രതികരണങ്ങൾ ബാഹ്യമായി മറ്റുള്ളവർക്ക് ദർശിക്കാനും അനുഭവിക്കുവാനും ആസ്വദിക്കാനും കഴിയണം. ആ രൂപത്തിൽ ശാഖകൾ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് താങ്ങും തണലുമായി തീരുന്ന ഒരു വടവൃക്ഷം പോലെ ഒരു വിശ്വാസികളുടെ ജീവിതം എല്ലാവർക്കും താങ്ങും തണലുമായി മാറുന്ന രൂപത്തിൽ വളർന്ന് പടർന്ന് നിൽക്കുന്നതാകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് മൂന്നാമതായി ആ ഉദാഹരണത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യം അത് സീസണബിൾ അല്ല എന്നുള്ളതാണ്. പല വൃക്ഷങ്ങളും പ്രത്യേകമായ സീസണിൽ മാത്രമാണ് കായ്കനികൾ പ്രദാനം ചെയ്യാറുള്ളത്. മാവ് പൂക്കുന്ന കാലഘട്ടമുണ്ട്, ചക്കയുണ്ടാകുന്ന കാലഘട്ടമുണ്ട്, അതുപോലെ വ്യത്യസ്തമായ കായ്കനികൾ പ്രത്യേകമായി ഉണ്ടാകുന്ന കാലഘട്ടമുണ്ട്. കാലഭേദം കൂടാതെ എല്ലാ സാഹചര്യത്തിലും സന്ദർഭത്തിലും കായ്കനികൾ പ്രദാനം ചെയ്യുന്ന ഒരു വൃക്ഷത്തെ പോലെയാകുന്നു എന്നാണ് പറഞ്ഞത്. റമദാനിൽ മാത്രം നമസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരും ദാനം ചെയ്യുന്നവരുമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം 25-ാം രാവിലെ കടന്നു വരൂ എന്നാവശ്യപ്പെടുന്നവരല്ല, അല്ലെങ്കിൽ പ്രത്യേകമായ സന്ദർഭത്തിൽ മാത്രം എന്തെങ്കിലും ഇബാദത്തുകൾ നിർവഹിക്കുന്നവരല്ല. അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സ്വാധീനം ചെലുത്തുന്ന രൂപത്തിൽ ആ വിശ്വാസം പ്രകടമായി തന്നെ കാണാൻ സാധിക്കുന്ന തരത്തിൽ അത് കർമ്മനിരതമായിരിക്കുന്ന ഒരു ജീവിതമായിരിക്കും ഒരു വിശ്വാസിയുടേത് എന്ന് ലളിതമായി തന്നെ ആ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കാലവ്യത്യാസമില്ലാതെ എല്ലാ സന്ദർഭങ്ങളിലും കായ്കനികൾ പ്രദാനം ചെയ്യുന്ന ഒരു മരത്തെ പോലെ എന്നും എല്ലാവർക്കും ആശ്വാസമായി തീരുന്ന ഒരു മരത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ തണലത്തേക്ക് മാറി നിൽക്കേണ്ടവരല്ല, മറിച്ച് മറ്റുള്ളവർക്ക് തണലേകേണ്ടവരാകുന്നു എന്ന തിരിച്ചറിവ് കൂടി ഈ സന്ദർഭത്തിൽ ഉദാഹരണത്തിലൂടെ നമുക്കുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമുക്ക് വിശ്വാസത്തെ വിശദീകരിച്ചു. അൽ ഈമാൻ ബിദ്ഉൻ വസബ്ഊന ശുഅബ. ഈമാൻ എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് 70-ൽ പരം ശാഖകളാകുന്നു എന്നാണ്. ചില ഹദീസുകളിൽ 60-ൽ പരം എന്നൊക്കെ കാണാം. തുടർന്നുകൊണ്ട് പറഞ്ഞു, അതിലേറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദാണ്. അചഞ്ചലമായ ആ വിശ്വാസം ഉൾക്കൊള്ളുന്ന മനുഷ്യൻ വാദിനാഹ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, അതിൻ്റെ ഏറ്റവും താഴെയുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുന്നതാകുന്നു എന്നാണ്. വീണ്ടും പ്രവാചകൻ ചില റിവായത്തുകളെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. വിശ്വാസം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ലജ്ജ അത് വിശ്വാസത്തിൻ്റെ ഭാഗമാകുന്നു എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശദീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ചു, എന്താണ് ഈമാൻ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദ് ഉൾക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അവൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന വടവൃക്ഷത്തെ പോലെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നതോടൊപ്പം ഒരു ഗതാഗത തടസ്സം പോലും ഉണ്ടാക്കാതെ, ആർക്കും ഒരു ഉപദ്രവമില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, മറ്റു ബുദ്ധിമുട്ടുകളില്ലാത്ത വിധം വഴിയിലുണ്ടാകുന്ന ഉപദ്രവങ്ങൾ പോലും നീക്കം ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഭാവമായിരിക്കുന്ന ലജ്ജ അത് ഈമാനിൻ്റെ ഭാഗമാകുന്നു എന്ന് വിശദീകരിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ, ഈമാൻ എന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തണമെന്ന്. നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ട്, കാലഘട്ടം, നമ്മൾ അതിനെ യുഗമെന്നോ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമുള്ള യുഗമെന്നോ വരാനിരിക്കുന്ന യുഗത്തിന് പ്രത്യേകമായ പേരുകളും നാമകരണങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം, ലജ്ജ എന്നുള്ള വികാരം പോലും മനുഷ്യന് നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മുടെ മൊബൈൽ ഓൺ ചെയ്താൽ, യൂട്യൂബുകൾ ഓപ്പൺ ചെയ്താൽ, റീലുകൾ പരിശോധിച്ചാൽ, ലജ്ജയില്ലാതെ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളും തോന്നിവാസങ്ങളുമാണ് നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈമാനിൻ്റെ ഭാഗമാണ് ലജ്ജ എന്നുള്ള പ്രവാചകന്റെ ആ സാരോപദേശം എത്ര മഹത്തരമാകുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ലജ്ജയില്ലാഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ടാണ് ആ സ്വഭാവത്തെ, ആ സവിശേഷതയെ പ്രത്യേകമായി ഈമാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്.
അതുപോലെ തന്നെ വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്നുള്ളത്, മുമ്പൊക്കെ നമുക്കൊരു മുള്ളു നീക്കുക എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് അതല്ലല്ലോ. ഇന്ന് എവിടെയെങ്കിലും ചെന്നൊരു വാഹനം നിർത്തി എടുത്തു പോരാൻ കഴിയില്ല. പാർക്കിങ്ങിന് പോലും യാതൊരു മാന്യതയില്ലാത്ത വിധം നമ്മൾ അതപ്പതിച്ചു പോയിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. എനിക്ക് എൻ്റെ സൗകര്യത്തിന് വണ്ടി നിർത്തി എടുത്തു പോരണമെന്നല്ലാതെ അതിനപ്പുറം നിർത്തിയ വണ്ടിക്കാരന് പെട്ടെന്ന് വണ്ടി എടുത്തു പോകാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് മാത്രമേ എൻ്റെ വാഹനം എനിക്ക് പാർക്ക് ചെയ്യുള്ളൂ എന്ന് പോലും ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്നുള്ളത് ഈ കാലത്ത് നമ്മൾ ചേർത്ത് വെച്ച് വായിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ പാർക്കിംഗ് പോയി. വാഹനം നിർത്താനുള്ള മാനമര്യാദകളെല്ലാം മറന്നു പോകുന്നു പലരും. അപ്പോൾ എൻ്റെ കാര്യം നടക്കണം എന്നതിലപ്പുറം മറ്റുള്ളവരുടെ കാര്യം പരിഗണിച്ചുകൊണ്ടായിരിക്കണം കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാകുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ഒരു ഗതാഗത തടസ്സമുണ്ടാക്കുന്നത് പോലും ഇന്നിങ്ങോട്ട് കടന്നു വരുമ്പോൾ പോലും ഒരു ഗതാഗത തടസ്സത്തിൽപ്പെട്ടുകൊണ്ടാണ് ഞാൻ കടന്നു വരുന്നത്. പ്രൈവറ്റ് ബസ് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ റൂട്ടിൽ. എത്ര ആളുകളാണ് റൂട്ടിൽ അതുകൊണ്ട് പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ ആലോചിച്ചു. അപ്പോൾ വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്നത് ഈമാനിന്റെ ഭാഗമായി പഠിപ്പിക്കുന്ന പ്രവാചകന്റെ അധ്യാപനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തെ തൗഹീദ് ഉൾക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രകടമാകേണ്ടതുണ്ട് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത് എന്ന് ബോധ്യപ്പെടുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, അവിടെ മാത്രം അവസാനിക്കുന്നില്ല, ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയുണ്ടായി, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു മനുഷ്യന്, ഒരു വ്യഭിചാരിയെ സംബന്ധിച്ചിടത്തോളം അവനെ വ്യഭിചരിക്കാൻ കഴിയില്ല, വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കുകയില്ല എന്നാണ്. അപ്പോൾ അത്തരം ഒരു തെറ്റിൽ ഏർപ്പെടുന്ന ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അവന്റെ ഈമാൻ ചോർന്നു പോകുന്നു എന്ന് മനസ്സിലാക്കണം. ലൈംഗികമായ അരാജകത്വത്തിന്റെ വാർത്തകളും വർത്തമാനങ്ങളുമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ലൈംഗികമായ പീഡനത്തിന്റെ വാർത്തകളില്ലാത്ത ഒരു മാധ്യമവും ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ പുറത്തു വരാറില്ല. അതെല്ലാം നമ്മൾ വായിച്ചു നോക്കിയാൽ പലതിലെയും പ്രതികൾ മുസ്ലിം നാമധാരികളാണ് താനും. നമ്മൾ ആലോചിക്കുക, ഈമാനുമായി ചേർത്ത് വെച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ വ്യഭിചരിക്കുമ്പോൾ അവൻ മുഴുവനായിക്കൊണ്ട് സാധ്യമല്ല. അപ്പോൾ അവന്റെ ഈമാൻ ചോർന്നു പോകുന്നു. ആ തെറ്റായ പ്രവർത്തനം നിർവഹിച്ചുകൊണ്ടിരിക്കെ അവൻ മരിച്ചു പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ ഈമാനില്ലാതെയാണ് മരിച്ചു പോകുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. മരണം എപ്പോഴാണ് സംഭവിക്കുക എന്നത് നമുക്ക് അജ്ഞാതമാണ്. അതുപോലെ പ്രവാചകൻ വീണ്ടും വിശദീകരിക്കുന്നു നോക്കൂ നമ്മൾ, വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. ഒരു മോഷ്ടാവിന് മോഷ്ടിക്കാൻ സാധിക്കുകയില്ല അവൻ വിശ്വാസിയായിക്കൊണ്ട്. അപ്പോൾ മുഅ്മിനായിക്കൊണ്ട് വിശ്വസിക്കുകയും മോഷ്ടിക്കാൻ കഴിയില്ല എന്നാ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ മോഷണം എന്നുള്ള കാര്യം നിർവഹിക്കണമെങ്കിൽ അപ്പോൾ ആ മോഷണത്തിൽ ഏർപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാൻ അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയാണ്. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, വലാ യശ്റബുൽ ഹംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. ഒരു മനുഷ്യൻ മദ്യപിക്കുകയില്ല, വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനായിക്കൊണ്ട്. മുസ്ലിം തലത്തിലെ ആളുകളാണ് മദ്യപിക്കുന്നത്. പള്ളിയിൽ വരും, നമസ്കരിക്കും, മദ്യപിക്കുകയും ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം നീചവും നികൃഷ്ടവുമായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും നമ്മെ തടുക്കും എന്നാണ് ഖുർആനിൽ പ്രസ്താവിക്കപ്പെട്ടത്. പക്ഷേ നമ്മൾ നമസ്കരിക്കുന്നു, കൈക്കൂലി വാങ്ങുന്നു, നമ്മൾ നമസ്കരിക്കുന്നു, അഴിമതി നടത്തുന്നു, നമ്മൾ നമസ്കരിക്കുന്നു, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നു, നമ്മൾ നമസ്കരിക്കുന്നു, തോന്നിവാസങ്ങളിൽ ഏർപ്പെടുന്നു, നമ്മൾ നമസ്കരിക്കുന്നു, പലിശ വാങ്ങുന്നു, നമ്മൾ നമസ്കരിക്കുന്നു, കള്ളു കുടിക്കുന്നു. പിന്നെ എന്ത് ഈമാൻ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈമാനിന്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി വിശദീകരിക്കുകയാണ്. വീണ്ടും പ്രവാചകൻ പറയുന്നു, വലാ യൻതഹിബു നഹബതൻ യർഫഉൻ നാസു ഇലൈഹി ഫീഹാ അബ്സ്വാരിഹിം ഹീന യൻതഹിബുഹാ വഹുവ മുഅ്മിൻ. ഒരു മനുഷ്യൻ കൊള്ളയടിക്കുകയും മോശവും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാമല്ലോ. പ്രവാചകനോട് പറഞ്ഞത് മറ്റു ജനങ്ങളുടെ ദൃഷ്ടി അവനിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. ആളുകൾ കാണുകയാണ് കൊള്ളയടിക്കുക. മോഷണം എന്ന് പറഞ്ഞാൽ ആരും കാണാതെ എടുത്തുകൊണ്ടുപോകുന്നതാണ്. മറ്റേ നേരെ ചൊവ്വേ സംഘമായി വന്ന് കയറി ചേർന്ന് ആക്രമണം നടത്തിയുള്ളത് കൊള്ളയടിച്ച് പോവാണ്. അങ്ങനെ മറ്റുള്ള ആളുകൾ കാണെ കൊള്ളയടിക്കുന്ന ഒരു മനുഷ്യൻ അവൻ മുഅ്മിനായിക്കൊണ്ടത് സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി വിശദീകരിക്കുന്നു. വീണ്ടും പറയുന്നു, വലാ യഅല്ലാഹുക്കും ഹീന യഅല്ലു വഹുവ മുഅ്മിൻ. ഒരു മനുഷ്യൻ വഞ്ചന കാണിക്കാൻ സാധിക്കുകയില്ല അവൻ മുഅ്മിനായിക്കൊണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി തന്നെ ഉപദേശിക്കുകയാണ്, വഇയ്യാകും
നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ സൂക്ഷ്മതയും ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈമാൻ അത് കേവലം ഞാൻ അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു, പരലോകത്തിൽ വിശ്വസിച്ചിരിക്കുന്നു, മലക്കുകളിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന ഈമാൻ കാര്യങ്ങൾ എണ്ണി പറഞ്ഞതുകൊണ്ട് പൂർത്തിയാകുന്നതല്ല. ഈമാൻ കാര്യങ്ങൾ നമ്മൾ എണ്ണിപ്പടിച്ചിരിക്കുന്ന 6 ഈമാൻ കാര്യങ്ങളാണെങ്കിൽ ഇസ്ലാം കാര്യങ്ങളിൽ നമ്മൾ എണ്ണിപ്പടിക്കുമ്പോൾ ഒന്നാമത്തത് ഷഹാദത്താണ്. 2 ഷഹാദത്തുകളാണ്. നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമാണ് തുടർന്നുകൊണ്ട് പറയുന്നത് കർമാനുഷ്ഠാനങ്ങളാണ്. ആ കർമാനുഷ്ഠാനങ്ങളുടെ ആദ്യമായി ചേർത്ത് വെച്ചിരിക്കുന്നത് 2 ഷഹാദത്താണ്. എന്താ അതിനർത്ഥം? അത് നമസ്കാരം പോലെയോ നോമ്പ് പോലെയോ സക്കാത്ത് പോലെയോ ഹജ്ജ് പോലെയോ നിർവഹിക്കുന്ന കർമ്മമല്ലല്ലോ. പക്ഷെ എന്റെയും നിങ്ങളുടെയും ജീവിതം സാക്ഷ്യം വഹിക്കണം എന്നാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്നതിന് ഞാൻ സാക്ഷിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാകുന്നു എന്നതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. അഥവാ നമ്മുടെ ജീവിത സാക്ഷ്യമാണ്, ആ സത്യസാക്ഷ്യമാണ് നമ്മൾ ആദ്യമായി അംഗീകരിക്കേണ്ടത്. അപ്പോഴാണ് പിന്നീടാണ് നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉണ്ടാകുന്നത്. അപ്പോൾ കർമ്മങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് സുപരിതമായ ചെറിയ സൂറ വൽ അസ്ർ, കാലം തന്നെ സത്യം എന്നാണ്. കാലത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞു പോയതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ എല്ലാ കാലങ്ങളും അതിൽ ഉൾപ്പെടും. ഭൂതവും വർത്തമാനവും ഭാവിയും ഉൾപ്പെടുന്ന കാലം. ആ കാലത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യർ നഷ്ടത്തിലാകുന്നു. ആ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരാകുന്നു ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ആ നഷ്ടക്കാരല്ലാത്ത ആളുകൾ ആരാകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും നല്ലതുകൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകളാകുന്നു എന്നാണ്. സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്നവരാകുന്നു എന്ന്. അപ്പോൾ നോക്കൂ, നമ്മൾ ഈമാനും അമലു സ്വാലിഹാത്തും ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആ പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. ഈമാനിനോട് ചേർത്തുകൊണ്ടാണ് അമലു സ്വാലിഹാത്ത് പറയുന്നത്. വിശ്വാസത്തോട് ചേർത്തുകൊണ്ടാണ് സൽക്കർമ്മങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത്. അപ്പോൾ ഈമാൻ എന്നുള്ളത് കേവലം മനസ്സിലുണ്ട് എന്നുള്ളതല്ല. നേരത്തെ നാം പറഞ്ഞ വേരുറച്ചിരിക്കുന്ന ഒരു മരത്തിന്റെ ശാഖോപശാഖകൾ അന്തരീക്ഷത്തിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പടർന്ന് പന്തലിച്ചു നിൽക്കേണ്ടതാണ് വിശ്വാസം എന്ന തിരിച്ചറിവാണ് ഇവിടെ നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ നമ്മൾ പരിശോധിക്കുക നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. ആ നിലയ്ക്ക് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇസ്ലാം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്ന്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഈമാനിന്റെ സ്വാധീനം അനുഭവിക്കുമ്പോൾ അതിൻ്റെ അനുഭൂതിയിലൂടെ ഉണ്ടാകുന്ന മനുഷ്യരുടെ മാറ്റം, ആ മാനസികമായ മാറ്റം, ആ പരിവർത്തനം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും സ്വാധീനം ചെലുത്തുന്ന രൂപത്തിലുള്ള മാറ്റത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമുക്ക് പരിചയപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളും നമ്മളെടുത്ത് വിലയിരുത്തിയാൽ അവിടെ ഖുർആൻ പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വ റസൂലിഹി, തീർച്ചയായും സത്യവിശ്വാസികൾ അവർ അള്ളാഹുവിലും പരപ്രവാചകരിലും വിശ്വസിക്കുന്നവരാണ്. സുമ്മലം യർത്താദ്, പിന്നെ അവർക്ക് യാതൊരു സന്ദേഹവും ഉണ്ടാവില്ല, സംശയമില്ല. അവിടെ പിന്നെ ഒരു സംശയത്തിന്റെ അവകാശമില്ലാത്തൊരു ദൃഢമായ ബോധ്യമാണ്. മാത്രമല്ല വജാഹദൂ ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്, എന്നിട്ട് അള്ളാഹു പറഞ്ഞു തീർച്ചയായും അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം കൊണ്ടും ശരീരം കൊണ്ടും ധർമ്മസമരം നടത്തുന്നവരാകുന്നു. ഉലായിക ഹുമു സ്വാദിഖൂൻ, തീർച്ചയായും അവർ സത്യസന്ധന്മാരാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യും. ഈ ആയത്ത് തുടങ്ങുന്നത് ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ വിശ്വാസികളുടെ സ്വഭാവം അവർ അള്ളാഹുവിലും പ്രവാചകരിലും വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, പിന്നീട് ആ കാര്യത്തിൽ യാതൊരു സംശയവും സന്ദേഹവുമില്ലാതെ ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകും. എന്നിട്ട് പറഞ്ഞു സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവരാകുന്നു അവർ എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ ഈമാനിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പല രംഗത്തും പ്രവാചകൻ പഠിപ്പിച്ചിരുന്നതായി കാണാൻ സാധിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാര്യം അത്ഭുതമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അജബൻ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാകുന്നു എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി വിശദീകരിക്കുകയാണ് ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ ലഹു വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കാര്യവും അവന് ഖൈറായിരിക്കും, നല്ലതായിരിക്കും. അവൻ്റെ ജീവിതത്തിലെല്ലാം അവന് നന്മയായിട്ടാണ് ഭവിക്കുക.
എന്നിട്ട് പ്രവാചകൻ വിശദീകരിക്കുന്നു, ഇത് സത്യവിശ്വാസിക്കല്ലാതെ അങ്ങനെ ഒരു സൗഭാഗ്യം അനുഭവിക്കാൻ കഴിയില്ല. എല്ലാം നമുക്ക് ഹൈറായി തീരുന്ന ഒരവസ്ഥ അത് വിശ്വാസിക്ക് മാത്രം അനുഭവിക്കാൻ സാധിക്കുന്ന കാര്യമാകുന്നു എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി നമുക്ക് വിശദീകരിച്ചിരിക്കുകയാണ്, ഇൻ അസ്വാബത്തു സർറാഹ ശക്കറ, അവന് എന്തെങ്കിലും നന്മ ലഭിച്ചാൽ, സന്തോഷമുണ്ടായാൽ, ആഹ്ലാദകരമായ സൗകര്യപ്രദമായ കാര്യങ്ങൾ ലഭിച്ചാൽ അവൻ അതിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യും, അവനോട് നന്ദി കാണിക്കും. എന്ത് അനുഗ്രഹം ലഭിച്ചാലും ആ അനുഗ്രഹങ്ങൾക്കേറെ നന്ദി കാണിക്കുന്നവരായിരിക്കും അവൻ. അതാണ് വിശ്വാസിയുടെ സ്വഭാവം. നമ്മളോ എന്ത് നിയമത്ത് ലഭിച്ചാലും എന്തെല്ലാം നന്ദികേടുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കുക. സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടായി, പക്ഷെ അള്ളാഹു പറഞ്ഞ മാതിരി കൃത്യമായി സക്കാത്ത് കൊടുക്കാൻ, സ്വതക്ക ചെയ്യാൻ, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾ സന്നദ്ധമാണോ? അല്ലെങ്കിൽ എൻ്റെ പണം പണ്ട് കാറൂൻ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടിയെടുത്തതാണ് എന്നുള്ള മനോഭാവമാണോ? എൻ്റെ ബിസിനസ് മൈൻഡാണോ, എൻ്റെ സാമർഥ്യമാണോ, എൻ്റെ അത്തരത്തിലുള്ള തന്ത്രങ്ങളാണോ എനിക്കുണ്ടായത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണോ? വെള്ളിയാഴ്ച ജുമയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ പള്ളിയിലേക്ക് കടന്നു വരണം എന്ന് ആഹ്വാനം ചെയ്ത ശേഷം സൂറത്തുൽ ജുമയിൽ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്ത് ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹി വദ്കുറുല്ലാഹ കസീറ. ജുമാ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുക, ഉപജീവന മാർഗം തേടിക്കൊണ്ട് പുറത്തു പോകുക. അധ്യാപകൻ സ്കൂളിലേക്ക്, ഉദ്യോഗസ്ഥൻ ഓഫീസിലേക്ക്, തൊഴിലാളികൾ തൊഴിൽശാലയിലേക്ക്, കർഷകൻ കൃഷിയിടത്തിലേക്ക്, കച്ചവടക്കാരൻ കടയിലേക്ക്, അങ്ങനെ അവൻ്റെ ഉപജീവനത്തിന്റെ വിഭിന്നമായ മാർഗങ്ങൾ തേടിക്കൊണ്ട് വ്യത്യസ്തമായ വഴികൾ അന്വേഷിച്ചുകൊണ്ട് അവൻ പള്ളിയിൽ നിന്ന് പുറത്തു പോകട്ടെ. പക്ഷെ എന്തു വേണം? വദ്കുറുല്ലാഹ കസീറ. അവൻ എവിടെയായിരുന്നാലും ആ അള്ളാഹുവിനെ നിരന്തരമായി ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. നമസ്കരിക്കുമ്പോൾ, കൈകെട്ടുമ്പോൾ അല്ലാഹു അക്ബർ എന്നൊരു ഭക്തിയോടുകൂടിയാണ് നമ്മൾ പറഞ്ഞത്. സ്കൂളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ കടമയും ഉത്തരവാദിത്വവും ബാധ്യതയും അതിൻ്റെതായ രൂപത്തിൽ ഞാൻ നിർവഹിക്കുന്നുണ്ട് എന്ന് ആത്മാർത്ഥമായി നിർവഹിക്കുവാൻ എന്നെ ബാധ്യസ്ഥനാക്കുകയാണ്. വദ്കുറുല്ലാഹ കസീറ. നിങ്ങൾ അള്ളാഹുവിനെ കൂടുതലായി ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. കേവലം ക്ലോക്ക് നോക്കുകളും കലണ്ടർ നോക്കുകളുമായി മാറേണ്ടവരല്ല അധ്യാപകർ എന്നർത്ഥം. ഇത് അധ്യാപകന് മാത്രം ബാധ്യതയല്ല. മറ്റേത് മേഖലകളിലായിരുന്നാലും, ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലായാലും, ഉപജീവനത്തിൻ്റെ മാർഗങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ പള്ളിയിൽ കണ്ട അള്ളാഹുവിനെ നമ്മുടെ കച്ചവട സ്ഥലത്തും, നമ്മുടെ തൊഴിൽശാലയിലും, നമ്മുടെ മറ്റു സ്ഥലങ്ങളിലും, ഓഫീസിലും എല്ലാം കണ്ടെത്താൻ സാധിക്കുന്ന, ഓഫീസിൽ നിന്ന് കൈക്കൂലി വാങ്ങി വേഗം പോക്കറ്റിന്റെ ജമാഅത്തിൽ ഒന്നാമത്തെ സഫിൽ വന്നതുകൊണ്ട് കാര്യമില്ല. പള്ളിയിൽ നിന്ന് നമസ്കരിച്ച് അങ്ങോട്ട് പോയി വീണ്ടും കൈക്കൂലി വാങ്ങുന്നതിൽ അർത്ഥമില്ല. മറിച്ച് വിശ്വാസം എന്ന് തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തേണ്ടതാണ്. പള്ളിയിൽ കണ്ട അള്ളാഹുവിനെ, ഏതൊരു അള്ളാഹുവിന്റെ മുമ്പിലാണ് ഭക്തിയോടുകൂടി നമ്മൾ തലകുരിച്ചത്, ആ അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടായിരിക്കണം ഓഫീസിലെ എൻ്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കേണ്ടത്. ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര വ്യക്തമാണ് ഇസ്ലാമിന്റെ അധ്യാപനം എന്ന്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് നിഅമത്ത് ലഭിച്ചാലും അവൻ അതിന് ശുക്ർ ചെയ്യും. വൈൻ അസാബത്തുഹു, ഇനി അവനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, പ്രയാസമുണ്ടായി, പ്രതിസന്ധികളുണ്ടായി, പരീക്ഷണങ്ങളുണ്ടായി. നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം ഓർമ്മിച്ചത് ഒരു വർഷം മുമ്പുണ്ടായിരിക്കുന്ന വലിയൊരു പരീക്ഷണത്തെക്കുറിച്ചുള്ള വാർത്തകളും വർത്തമാനങ്ങളുമാണ്. സ്വാഭാവികമാണ്, ഓരോ കാലഘട്ടത്തിലും, ഓരോ സമൂഹത്തിലും, ഓരോ നാട്ടിലും പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് വിശുദ്ധ ഖുർആനിന്റെ അലംഘനീയമായ പ്രഖ്യാപനമാണ്. അപ്പോൾ അത്തരം പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, ബുദ്ധിമുട്ടുകളിൽ, പരീക്ഷണങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ, ദുരിതങ്ങളിൽ അവന് ക്ഷമ കൈക്കൊള്ളാൻ സാധിക്കണം. സ്വബറ, അതാണ് ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്, അജബൻ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് ഗുണവിശേഷങ്ങൾ വലിയ രണ്ട് ക്വാളിറ്റീസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യാ ബിത്തഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിഹിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ,
സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കനുസരിച്ച് അങ്ങേയറ്റം തെപ്പോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിച്ചു. നമ്മൾ അവസാനമായി മനസ്സിലാക്കിയത് വിശ്വാസികളുടെ കാര്യം അത്ഭുതമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മെ ഓർമ്മപ്പെടുത്തിയത് അവന് സന്തോഷമുണ്ടാകുമ്പോൾ ശുക്ർ കാണിക്കുകയും വിഷമങ്ങളുണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യും എന്നാണ്. അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സൂറത്തുൽ മുൽക്കിൻ്റെ തുടക്കത്തിൽ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലൻ വഹുവൽ അസീസുൽ ഗഫൂർ. അവൻ നിങ്ങൾക്ക് മരണവും ജീവിതവും നിശ്ചയിച്ചു തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നിങ്ങളിൽ ഉത്തമമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവർ ആരാകുന്നു എന്ന് പരിശോധിക്കുവാൻ വേണ്ടി. നിങ്ങളുടെ അമലുകളെ ഗുണമേന്മയുള്ളവനാക്കി മാറ്റുന്നവൻ ആരാകുന്നു എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമുക്ക് മരണവും ജീവിതവും നിശ്ചയിച്ചത്. നമ്മൾ ആലോചിക്കണം, ഈ ജീവിതം മാത്രമല്ല, മരണമുണ്ട്. മരണത്തിന് ശേഷം അനശ്വരമായ ജീവിതമുണ്ട്, യഥാർത്ഥ ജീവിതമുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നത് നമ്മെ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, അമലുകളെ പ്രവർത്തനങ്ങളെ ഏറ്റവും മെച്ചപ്പെടുത്തുന്നവരാണ്, ഗുണമേന്മയുള്ളതാക്കി മാറ്റുന്നവരാരാണ്, നല്ലതാക്കി മാറ്റുന്നവരാരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ വളരെയധികം പ്രതാപമുള്ളവനും പുറത്തു കൊടുക്കുന്നവനുമാകുന്നു എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നു. മറ്റൊരിടത്ത് അള്ളാഹു വിശദീകരിക്കുന്നു, ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുകിറൂ ബിഹാ ഹർറൂ സുജ്ജദൻ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ ആരായിരിക്കും? അവർ യഥാർത്ഥത്തിൽ ആ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെടുമ്പോൾ ഇദാ ദുകിറൂ ബിഹാ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൊണ്ട് ഉത്ബോധനം ചെയ്യപ്പെടുമ്പോൾ. നോക്കൂ, നമ്മൾ ഒരു ഉത്ബോധനം വദ്കുറുല്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വരിക എന്നാണല്ലോ വെള്ളിയാഴ്ച പറഞ്ഞത്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജംഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ജുമാ ഖുത്ബ ശ്രോതാക്കൾക്ക് കേട്ടാൽ മനസ്സിലാകുന്ന ഭാഷയിലാകണം എന്ന് പറഞ്ഞ് അതിലൊരുപാട് ത്യാഗം സഹിച്ചവരാണ് നമ്മൾ, അല്ലേ? പക്ഷെ ഇന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോകുന്നു, അതിന് പഠിച്ചോലെത്തിയാണ് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. എന്താ കാരണം? മലയാളത്തിൽ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നന്നാവുന്നില്ല. അങ്ങനെ വരുമ്പം നേരത്തെ അറബിയിൽ എന്തോ ചൊല്ലിക്കഴിച്ചതായിരുന്നു, പാടി നമുക്കും അറിയില്ല, കേട്ട നിങ്ങൾക്കും അറിയില്ല എന്ന് പറയാമായിരുന്നു. അപ്പം അതിന് നിവൃത്തിയില്ലല്ലോ. പറയുന്നത് നമുക്കും അറിയാം, കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം. നോക്കൂ, നമ്മൾ എന്നിട്ട് ഒരു ചെവിയിലൂടെ കേൾക്കുകയും മറു ചെവിയുടെ പുറത്തു പോവുകയും ചെയ്യുന്നു എങ്കിൽ എന്തിനാണ് അള്ളാഹുവിൻ്റെ ആ ദിക്റിലേക്ക് നമ്മൾ തിരക്കിട്ട് കടന്നു വരുന്നത്? നമ്മൾ ആലോചിക്കണം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ഓർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ദുക്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അവർ ഓർമ്മപ്പെടുത്തപ്പെടുമ്പോൾ. ജുമാ ഖുത്ബ യഥാർത്ഥത്തിൽ അതാണല്ലോ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി ഓർമ്മപ്പെടുത്തുക എന്നുള്ള പണിയാണ്. നമ്മൾ മറ്റൊരു സമൂഹത്തിനും ഇല്ലാത്തൊരു ഏർപ്പാടാണ്. ഒരു പ്രദേശത്തെ മുസ്ലിംകൾ മുഴുവനും അവരുടെ ആരാധനാലയത്തിൽ ഒരുമിച്ച് കൂടി ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായി ഒരു ഉത്ബോധനം കേൾക്കണം. ബാക്കിയുള്ളവർക്ക് ഒരു പക്ഷേ വീക്കിലി ക്ലാസ്സുകൾ ഉണ്ടാകാം, സ്റ്റഡി ക്ലാസ്സുകൾ ഉണ്ടാകാം, അങ്ങനെയൊക്കെ ഉണ്ടാവാമെങ്കിലും അങ്ങനെ ഒരു നിർബന്ധ സ്വഭാവമില്ലല്ലോ. ഇത് നിർബന്ധമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. വെള്ളിയാഴ്ച ദിവസം ജുമയ്ക്ക് വരിക എന്നുള്ളത് മറ്റ് പ്രതികൂലാവസ്ഥകളില്ലാത്ത, ഇസ്ലാം നൽകിയിരിക്കുന്ന മുതിറുകളില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ജുമയ്ക്ക് വരിക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ അങ്ങനെ നിർബന്ധമായി ആഴ്ചയിൽ ഒരു ദിവസം നിരന്തരമായി ഉദ്ബോധനം കേട്ടുകൊണ്ടിരിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് വേണ്ട ഊർജം ഈ മെമ്പറുകളിൽ നിന്ന് ലഭിക്കണം. അത് ലഭിക്കാതെ പോകുന്നു എങ്കിൽ അത് നൽകുന്ന നമ്മളും അത് ഏറ്റെടുക്കുന്ന നിങ്ങളും രണ്ടുപേരും കുറ്റക്കാരാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അത് വരാതെ നിങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യചിഹ്നം ഞങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത് പോലെ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നു എന്ന ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നോക്കൂ, നമ്മൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മുഖേന അവർ ഉദ്ബോധനം ചെയ്യപ്പെടുമ്പോൾ അവർ സുജൂദിൽ വീഴുകയാണ്, സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. അള്ളാഹുവിനെ സ്തോത്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു, അവനെ സ്തുതിച്ചുകൊണ്ട്, അള്ളാഹുവിനെ സ്തുതി അർപ്പിച്ചുകൊണ്ട് സ്തോത്രകീർത്തനം ചെയ്യുന്നു. വഹും ലാ യസ്തക്ബിറൂൻ, അവർക്ക് യാതൊരു കിബ്റും ഉണ്ടായിരിക്കുകയില്ല, യാതൊരു അഹംഭാവവും ഇല്ലാതെ അവർ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും അവന്റെ മുമ്പിൽ തലകുനിക്കുകയും അവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും അവനെ പ്രകീർത്തിക്കുകയും അവരെ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ നമ്മൾ ആലോചിച്ചു, വിശ്വാസി പ്രഭാതം മുതൽ പ്രദോഷം വരെ, രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ ഒരുപാട് ദിക്റുകളും ദുആകളും ഒക്കെ നമുക്കറിയാം. പക്ഷേ ആ ദിക്റുകളും ദുആകളും അർത്ഥവത്തായി മനസ്സിൽ തട്ടിക്കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് നമ്മുടെ ജീവിത സന്ദേശമായി ഏറ്റെടുത്തുകൊണ്ട് അതെൻ്റെ ജീവിതത്തിലുള്ള മെസ്സേജാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അത് നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ആത്മവിചാരണ നടത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈമാൻ എന്നത് അത് മനസ്സിൻ്റെ അകത്തളങ്ങളിൽ മാത്രമല്ല, മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും, നമ്മുടെ സംസാരത്തിലും പ്രവർത്തനത്തിലും അമലുകളിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസ്കാരത്തിലും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും നിറഞ്ഞു നിൽക്കേണ്ടതാണ്. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളാകാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിരിക്കുന്ന എല്ലാ പാകപ്പിഴവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കുമാറാകട്ടെ. നമ്മിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ചതമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുകയും ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പടച്ചതമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. സമാധാനപൂർണ്ണമായ ഒരു ജീവിതവും അതോടൊപ്പം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസങ്ങളും ആദർശങ്ങളും ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖ്യങ്ങളായി നിലകൊള്ളുവാനും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളായി തരാനും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വളർന്നു വരുന്ന തലമുറ ഇസ്ലാമികമായ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരും അതനുസരിച്ചുകൊണ്ട് അവിടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരും നാളെ പരലോകത്ത് കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന മഹാഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا اللهم أحينا للكتاب والسنة اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار توفنا مسلمين والحقنا بالصالحين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.